നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അതിഗൗരവപരവും അതീവ രഹസ്യവുമായിട്ടുള്ള ഒരു കർമ്മത്തെക്കുറിച്ചാണ്. കർമ്മം എന്ന് കേൾക്കുമ്പോൾ ഭയക്കേണ്ട കാര്യമില്ല. വളരെ ലളിതമായിട്ട് പണച്ചിലവില്ലാതെ യാതൊരു ചിട്ടവട്ടങ്ങളുമില്ലാതെ നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങളുടെ സ്വന്തം ഭവനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ ചെയ്യാവുന്ന ഒരു കർമ്മമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് മനസന്തോഷം, ശാന്തി, സമാധാനം, സാമ്പത്തിക നേട്ടം, ശത്രുദോഷം. ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ശത്രുദോഷം മാറിക്കിട്ടുക എന്നുള്ളതാണ്. കാരണം ഗൂഢശാസ്ത്രപരമായിട്ടുള്ള, അതായത് കൂടോത്രം, ആഭിചാരം, കണ്ണേറ്, കൈവിഷം മുതലായ ആഭിചാര ക്രിയകളിൽ നിന്നുള്ള നിങ്ങളുടെ വിഷമതകളെല്ലാം മാറിക്കിട്ടി നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്നതാണ്. ഈ കർമ്മത്തോടൊപ്പം തന്നെ ചോതി നക്ഷത്രക്കാര് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങൾ, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു തയ്യാറെടുപ്പ് നടത്തുമല്ലോ. അപ്പോൾ ജ്യോതിഷപരമായിട്ട് നടത്തേണ്ട ചെറിയൊരു തയ്യാറെടുപ്പ്, അതിന് വലിയ സമയമോ കാലതാമസമോ ഒന്നുമില്ലാത്ത നമ്മൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആ കാര്യങ്ങളും നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യം 7 ദിവസം മാത്രം നിങ്ങളൊന്ന് അനുവർത്തിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഗണ്യമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാകുന്നതാണ്. ഇത് 7 ദിവസം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. അതിനുശേഷം 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ ചെയ്താൽ മതിയാകുന്നതാണ്. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് വലിയ സമയമൊന്നും എടുക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നിങ്ങൾക്ക് തുടർന്നു പോവുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം വിജയമുണ്ടാവുന്നതാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഒരു ചോതി നക്ഷത്രത്തിൽപ്പെട്ടയാള് എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? അയാൾക്ക് ചുറ്റും നെഗറ്റീവ് എനർജികൾ നിറയുകയും ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടുകയും ചുറ്റും നടക്കുന്നതെല്ലാം നെഗറ്റീവായി മാറുകയും ചെയ്യുമ്പോഴാണ് അയാൾക്ക് പരാജയം സംഭവിക്കുന്നത്. അതിന് ജ്യോതിഷപരമായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. കൂടാതെ ആ വിചാരം നമ്മൾ മുമ്പ് പറഞ്ഞ പോലുള്ള കർമ്മങ്ങൾ കൊണ്ടും നമ്മൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാകാം. അപ്പോൾ ഇത് രണ്ടും മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വിജയമുണ്ടാകും. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാട് ഹോമങ്ങളും പൂജകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയിട്ടുണ്ടാവാം. അതിലൊന്നും ഫലം ഉണ്ടായി കാണില്ല. എന്നാൽ നമ്മളുടെ നക്ഷത്രത്തെ നമ്മൾ ഉത്തേജിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഫലം എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് എനർജി രൂപപ്പെടുകയും അതിന്റെ ഓറയാൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനുള്ള ചെറിയൊരു കർമ്മമാണ് നമ്മൾ പറയുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ ഈ കർമ്മം ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് നമ്മളുടെ ഒരു വണ്ടി വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഒരു യാത്ര പുറപ്പെടുകയാണ്, ആ സമയങ്ങളിലൊക്കെ നമ്മളൊന്ന് തയ്യാറെടുക്കുന്നത് ജ്യോതിഷപരമായിട്ട് തയ്യാറെടുക്കുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണ വിജയമാക്കാൻ കഴിയും. അതിനുവേണ്ടിയുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ അനുകൂല നിറം എന്ന് പറയുന്നത് വെള്ളയും ഇളം നീലയും കറുപ്പുമാണ്. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ നിറങ്ങൾ വസ്ത്രങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഇതേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ദിവസമാണ് ഈ പ്രധാന കാര്യം നടക്കുന്നതെങ്കിൽ ബുധൻ, വെള്ളി അല്ലെങ്കിൽ ശനി എന്നീ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ 3 ദിവസങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. കൂടാതെ നിങ്ങൾക്ക് ഭാഗ്യ കൊണ്ടുവന്നു തരുന്ന തീയതികളുണ്ട്. അത് 4, 13, 22, 31. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന അനുകൂലമായിട്ടുള്ള നക്ഷത്രങ്ങൾ ചോതി, തിരുവാതിര, ചതയം. ഈ 3 നക്ഷത്രങ്ങളുമാണ്. ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ബുധനാഴ്ച ദിവസം നിങ്ങൾ ശുഭകാര്യം, നിങ്ങളൊരു യാത്ര പുറപ്പെടുകയാണെങ്കിൽ തിരഞ്ഞെടുക്കുക. ആ ബുധനാഴ്ച ദിവസം 4, 13, 22, 31 ഈ തീയതികളിൽ ഏതെങ്കിലും ആണെങ്കിൽ വളരെ ഉചിതമാണ്. അതുപോലെ തന്നെ നിങ്ങൾ അനുകൂലമായിട്ടുള്ള നിറം നിങ്ങൾക്ക് എന്താണെങ്കിലും ധരിക്കാൻ കഴിയുന്നതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ്. നമ്മൾക്ക് ചിലപ്പോൾ ഇതെല്ലാം ഒത്തുവരണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിറമെങ്കിലും ധരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് 4ഉം 6ഉമാണ്. നിങ്ങളൊരു പണമിടപാട് നടത്തുമ്പോൾ 4 അല്ലെങ്കിൽ 6 എന്ന സംഖ്യയിൽ പണമിടപാടുകൾ നടത്താൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നിങ്ങളൊരു വാഹനത്തിന് അഡ്വാൻസ് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം വാങ്ങുകയാണ്, അതിനിപ്പോൾ ഒരു 1000 രൂപയാണെങ്കിൽ 1004 രൂപ കൊടുക്കുക. 4 എന്ന സംഖ്യയിൽ നിർത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുകയും നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തില് നിങ്ങൾക്ക് വിജയമുണ്ടാകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷപരമായിട്ട്
ചോതി നക്ഷത്രക്കാർക്ക് സ്വീകരിക്കാവുന്ന നാമങ്ങളുടെ ആദ്യ അക്ഷരങ്ങൾ ജ്യോതിഷ ശാസ്ത്രപരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ അക്ഷരങ്ങളിൽ ഭൂരിഭാഗവും ആളുകളുടെ നാമം തുടങ്ങാറില്ല. നമ്മളുടെ നാമം ഈ അക്ഷരങ്ങളിലാണ് തുടങ്ങിയെങ്കിൽ ആ അക്ഷരങ്ങൾ എപ്പോഴൊക്കെ ഉച്ചരിക്കുന്നുവോ അന്നേരമെല്ലാം നമ്മൾക്ക് പോസിറ്റീവ് എനർജിയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ ഈ അക്ഷരങ്ങളുടെ പോസിറ്റീവ് എനർജിയും കൂടി നമ്മൾക്ക് കൈക്കലാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾക്ക് ഈ ചോതി നക്ഷത്രക്കാരുടെ നാമങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന അക്ഷരങ്ങളൊന്ന് നോക്കാം. 1-ാം പാദത്തിൽ ജനിച്ചവർക്ക് രു എന്നും, 2-ാം പാദത്തിൽ ജനിച്ചവർക്ക് രേ എന്നും, 3-ാം പാദത്തിൽ ജനിച്ചവർക്ക് രോ എന്നും, 4-ാം പാദത്തിൽ ജനിച്ചവർക്ക് താ എന്നും ആണ് അക്ഷരങ്ങൾ തുടങ്ങേണ്ടത്. എന്നാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ചോതി നക്ഷത്രക്കാര് 1-ാം പാദത്തിൽ ജനിച്ചവര് രു എന്നെഴുതി ഒരു കുത്തിട്ടതിന് ശേഷം നിങ്ങളുടെ പേരെഴുതുക. അതൊരു വെള്ള പേപ്പറിലാവണം. അതിനുശേഷം അത് മടക്കി നിങ്ങളുടെ പൂജാമുറിയിലോ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ മുന്നിലോ വെച്ചതിന് ശേഷം മേൽപ്പറഞ്ഞ രീതിയിൽ ആ കർമ്മത്തിലേക്ക് കടക്കുക. അതിനുശേഷം കർമ്മം പൂർത്തിയാക്കിയ ശേഷം നിങ്ങളുടെ പഞ്ചഭൂതത്തിന്റെ അധിപനായിട്ടുള്ള അഗ്നിയില് ഈ പേപ്പർ സമർപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ പാദം അറിയില്ല എങ്കിൽ ഈ 4 അക്ഷരങ്ങളും എഴുതി ഓരോ കുത്തിട്ടതിന് ശേഷം നിങ്ങളുടെ പേരെഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കൂടാതെ നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും വളരെ നല്ലതാണ്, പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനിയുമാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മളുടെ കർമ്മത്തിലേക്ക് കടക്കാൻ പോകുന്നത്. ഇതിനായിട്ട് ചോതി നക്ഷത്രം എന്താണെന്ന് അറിയണം. നമ്മൾ ചോതി നക്ഷത്രം എന്ന് പറയുന്നത് തുലാം രാശിയിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഈ നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്. നക്ഷത്രത്തിനൊരു ദേവതയുള്ളത് വായുവാണ്. രാശിയുടെ അധിപൻ ശുക്രനുമാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നക്ഷത്രത്തിന്റെ അധിപൻ രാഹുവാണ്, നക്ഷത്രത്തിന്റെ ദേവത വായുവാണ്, രാശിയുടെ അധിപൻ ശുക്രനാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ദിവസത്തിന്റെ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന കാര്യമാണ്. നിങ്ങളുടെ നക്ഷത്രത്തിന്റെ അധിപനായിട്ടുള്ള രാഹുവിന്റെ മൂലമന്ത്രം നിങ്ങൾ 7 തവണ ജപിക്കേണ്ടതുണ്ട്. ഈ മൂലമന്ത്രം നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം. 7 തവണ മുതൽ 108 തവണ വരെയാണ് ജപിക്കേണ്ടത്. 108 തവണ വരെ നിങ്ങൾക്ക് ജപിക്കാൻ കഴിയുമെങ്കിൽ വളരെ നല്ലത്. പക്ഷെങ്കിൽ മനസ്സ് ഏകാഗ്രമായിരിക്കണം. അതുപോലെ തന്നെ നക്ഷത്ര ദേവതയായിട്ടുള്ള വായുവിന്റെ മൂലമന്ത്രവും നിങ്ങൾ 7 തവണ ജപിക്കണം. 7 തവണ അല്ലെങ്കിൽ 108 തവണ ജപിച്ചു കഴിഞ്ഞാൽ വളരെ പ്രയോജനമാണ്. ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ ഈ 2 മന്ത്രങ്ങൾ നിങ്ങൾ ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്ത് ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി രൂപപ്പെടുകയും ആ എനർജി മൂലം ആഭിചാരം അതുപോലെയുള്ള ദുഷ്ടശക്തികൾ നിങ്ങളിലേക്ക് അടുക്കുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്യും. നമ്മളുടെ പോസിറ്റീവ് എനർജിക്കായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾക്ക് ലഭിക്കാതെ വരുമ്പോഴാണ് ഇവയെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ മന്ത്രം ജപിക്കുന്നത്. മന്ത്രം ജപിക്കുമ്പോൾ ശബ്ദത്തോടുകൂടി ജപിക്കാൻ ശ്രമിക്കുക. കാരണം ശബ്ദം പ്രകൃതിയിൽ ലയിച്ചാണ് നമ്മൾക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും നമ്മളൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനിയും പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ഒരു പ്രത്യേക സമയമുണ്ട്. നിങ്ങൾ ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ രാശ്യാധിപനായിട്ടുള്ള ശുക്രന്റെ മന്ത്രം നിങ്ങൾ തീർച്ചയായിട്ടും ഉണർന്നെഴുന്നേൽക്കുന്ന ഉടനെ ആദ്യ ശബ്ദമായിട്ട് നിങ്ങൾ 7 മുതൽ 108 തവണ വരെ ബീജമന്ത്രം ജപിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഓരോരുത്തരും എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലായിരിക്കും നമ്മളുടെ അന്നത്തെ ദിവസം തീരുമാനിക്കുക, ആ പോസിറ്റീവ് എനർജി തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ രാശിയുടെ അധിപനായിട്ടുള്ള ശുക്രന്റെ ശുക്രമന്ത്രം ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് എനർജി നിങ്ങൾക്കുണ്ടാവുന്നതാണ്. നിങ്ങൾ ഈ 3 മന്ത്രങ്ങളും ദിവസവും ഏറ്റവും കുറഞ്ഞത് 7 തവണ വീതം ജപിക്കുക. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ്. ഒരു പണച്ചെലവുമില്ലാത്ത കാര്യമാണ്. ഇത് ഒന്ന് നിങ്ങൾ ചെയ്യുക, തീർച്ചയായിട്ടും ചെയ്യുക. ഇതിന് ചിട്ടവട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ശബ്ദം പ്രപഞ്ചത്തിൽ ലയിപ്പിച്ച് നമ്മൾക്ക് പോസിറ്റീവ് എനർജി രൂപം ചെയ്യുന്നതാണ്. ഇതുമൂലം ചോതി നക്ഷത്രം ഉത്തേജിക്കുകയും നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും എല്ലാം നോട്ടം നമ്മൾക്ക് യഥാസ്ഥാനത്ത് കൊണ്ടുവരാൻ സാധിക്കുകയും നമ്മളുടെ ചുറ്റും ഒരു പോസിറ്റീവ് എനർജി തീർക്കുകയാണ്. നമ്മൾ കേട്ടില്ലേ, ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നെന്ന്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ പോലും നമ്മളുടെ ഈ ഓറ നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.